ഡിറ്റോ ഈ എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം, ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷം ദിലീപിൻ്റെ സിനിമകൾക്ക് കുടുംബ പ്രേക്ഷകർ കുറഞ്ഞു. പഴയ പോലെ അവ സൂപ്പർ ഹിറ്റുകളൊന്നും ആകുന്നില്ല. രാമലീല എന്തുകൊണ്ടോ ഹിറ്റായി. അതിൻ്റെ തീമും ഒക്കെ അതിൻ്റെ കാരണങ്ങളായിരിക്കാം, ആ സാഹചര്യവും ആ കാലാവസ്ഥയും ഒക്കെ ആയിരിക്കാം. പക്ഷേ അങ്ങനെ അദ്ദേഹത്തിന് കുടുംബ പ്രേക്ഷകർ ഇല്ലാതായി എന്നുള്ളത് സത്യമാണോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയുമോ? വേറൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ എന്താ പറയുക, ഒരുതരം ജിഹാദി തീമുകളുള്ള സിനിമയിൽ അഭിനയിച്ച് നടന്നതായിട്ട് പൃഥ്വിരാജിനെ പറ്റി ആരോപണമുണ്ട്. പ്രത്യേകിച്ച് ഈ അവസാനത്തെ അല്ലേ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. അതിനുശേഷം വന്ന അദ്ദേഹത്തിൻ്റെ വിലായത്ത് ബുദ്ധ നന്നായിട്ട് പോയില്ല. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുടുംബ പ്രേക്ഷകർ നഷ്ടപ്പെടും, കരിയറിൽ വലിയ നഷ്ടമുണ്ടാവും എന്ന് പറയുന്നത് ശരിയാണോ? മാത്രമല്ല, ദിലീപ് ഹിന്ദുവിൽ കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം ഈ പോലീസുകാർക്കൊക്കെ എതിരെ കേസ് കൊടുക്കും എന്ന് പറയുമ്പോൾ അതിനൊരു ന്യായമായിട്ട് പറഞ്ഞത് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിനെ ഈ കേസ് ബാധിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിനെ ഡിറ്റോ കാണുന്നത്? അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിച്ചു എന്നുള്ളത് സത്യമാണ്. കുറച്ചധികം പ്രേക്ഷകർ, സാധാരണ പ്രേക്ഷകർ അതിൽ നിന്ന്. പക്ഷേ സിനിമയിൽ ദിലീപിൻ്റെ സിനിമകൾ ഞാൻ വളരെ കൃത്യമായിട്ട് ഫിലിം വാച്ച് ചെയ്യുന്ന ആളാണല്ലോ. ദിലീപിൻ്റെ സിനിമകൾ പരാജയപ്പെട്ടതൊന്നും ഈ വിഷയം കൊണ്ടല്ല. പലപ്പോഴും അതിൻ്റെ സെലക്ഷൻ, ആ തീമിൻ്റെ സെലക്ഷൻ, ദിലീപിൻ്റെ കുടുംബ പ്രേക്ഷകർ സ്വീകരിച്ചിരുന്ന ഒരു ശൈലി, അതിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം അനാവശ്യ ഗൗരവമുള്ള തീമുകൾ എടുക്കുകയും, ഇപ്പോൾ തങ്കമണി കേസിനെ കുറിച്ചുള്ള സിനിമ, അതൊന്നും ആരും, അതുപോലെ തന്നെ കമ്മാര സംഭവം, എൻ്റെ സുഹൃത്താണ് എൻ്റെ ഡയറക്ടർ. പക്ഷേ എങ്കിലും അത്തരം സിനിമകളൊന്നും ആളുകൾക്ക്, കാശിയിലൊക്കെ പോയിട്ട് എന്തോ ഒരു ചിത്രീകരിച്ചൊരു പടം വന്ന അതല്ല. പക്ഷേ ദിലീപ്, ഞാൻ വേറൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനിടക്കും ദിലീപിൻ്റെ ഒറിജിനൽ തീമുകൾ വന്ന സിനിമകൾ വലിയ സാമ്പത്തിക വിജയം ഇവിടെ നേടിയിട്ടുണ്ട്. ഇപ്പോൾ കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമ അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി. ഇന്നും ചാനലുകളിൽ റേറ്റിംഗ് ഉള്ള, അതായത് അതെ അതെ, അതിനകത്ത് ഒരു വലിയ തമാശയാണ്, അതൊരു സ്ലാബ് സ്റ്റിക്കും ഉണ്ട്. പഴയ ദിലീപ് വളരെ നന്നായിട്ടത് ചെയ്തു. ദിലീപിനെ അത് മതി ആളുകൾക്ക്. അതാണ് കുടുംബ പ്രേക്ഷകർ എന്ന് പറയുന്നത്. അപ്പം ദിലീപിൻ്റെ കുടുംബ പ്രേക്ഷകരൊന്നും നല്ല സിനിമ വന്നാൽ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ദിലീപ് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, കുറേ റൈറ്റേഴ്സും കുറച്ച് ഇദ്ദേഹം സീരിയസ് വേഷങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. അത് സുരാജ് വെഞ്ഞാറമൂടിനെ പറ്റിയിട്ടുണ്ട്. സ്വന്തം രീതിയുമായി വിട്ടിട്ട് അയാൾ വലിയ വലിയ സിനിമകൾ ചെയ്യാൻ പോയപ്പോൾ പ്രേക്ഷകർ സ്വാഭാവികമായിട്ട് സുരാജിനെ കാണാൻ പോയ ആളുകൾ മുഴുവൻ ഹരീഷ് കണാരൻ്റെയും മറ്റേ അവരുടെയൊക്കെ പുറകെ പോയി. കാരണം കോമഡി ആർട്ടിസ്റ്റുകൾ ഒത്തിരി ഉണ്ടല്ലോ. ദിലീപ് എന്ത് പറ്റി, തനിക്ക് ചേരാതെ, ഇപ്പം ഞാൻ തന്നെ ഏറ്റവും രൂക്ഷമായിട്ട് ഒരു സിനിമ, ഒരു അധോലോകൻ വായനായിട്ട് ഇയാൾ അഭിനയിച്ചൊരു സിനിമയുണ്ട്. ഈ കോളറൊക്കെ ഉയർത്തിയിട്ട് ഞാൻ വളരെ രൂക്ഷമായിട്ട് ദിലീപിനെതിരെ എഴുതേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത്തരം സിനിമകളൊന്നും അല്ല പ്രേക്ഷകൻ അത് ചെയ്യാനായിട്ട് ഇവിടെ അതുപോലുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ദിലീപിനെ ആളുകൾ, കുടുംബ പ്രേക്ഷകർ കാണുന്നത് കമ്മാര സംഭവമോ അല്ലെങ്കിൽ തങ്കമണി എന്ന് പറയുന്ന പോലീസ് പീഡന സംഭവങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള സിനിമകൾ കാണാനല്ല. ദിലീപിനെ കാണുന്ന ഒരു പ്രേക്ഷകരുണ്ട്. അതുപോലുള്ള സിനിമകൾ വന്നതൊക്കെയും വലിയ വിജയം. പിന്നെ ദിലീപിൻ്റെ പടം വരുമ്പോഴേ ഈ തിയേറ്റർ എന്തുള്ളൂ, ഇപ്പോഴും മിനിമം ഗ്യാരണ്ടി ഉള്ളൂ. പക്ഷെ ദിലീപ് തന്നെ ചില സെലക്ഷനിൽ അത് കളഞ്ഞു കുളിച്ചതാണ് ഈ പറയുന്ന പരാജയങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ അത്തരം സിനിമകൾ വന്ന സിനിമ, പ്രത്യേകിച്ച് കേശുവീടിൻ്റെ ദിലീപിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്, സാധാരണഗതിയിൽ ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ ആളുകൾ തകർന്നടിഞ്ഞു പോകും. ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ MK ത്യാഗരാജ ഭാഗവതർ 1944 ലക്ഷ്മികാന്തൻ കൊലക്കേസാവുമ്പോൾ അടക്കി വാണിരുന്ന ഒരാളാണ്. അത് നശിച്ചുപോയില്ലേ ജീവിതം. സ്വർണ്ണ സ്പൂൺ ഒക്കെ ഇട്ട്, അതെ അതെ, താലങ്ങളിട്ട്, സ്പൂൺ സ്വർണത്തിൻ്റെതായിരുന്നു. ബെൻസ് ആദ്യം വാങ്ങിച്ച അങ്ങനെയൊക്കെ ഫ്ലൈറ്റിൽ വന്ന് പറന്ന് നടന്ന് അഭിനയിക്കുന്നയാൾ. അതുപോലെ അതൊരു കൊലപാതക കേസായിരുന്നു അല്ലേ, കൊലപാതക കേസ് വന്നു. അതുപോലെ ഒരു വീഴ്ച വന്നേനെ ദിലീപിന്. ഇത് അയാൾ പോരാടാൻ തീരുമാനിച്ചുകൊണ്ട്
ആദ്യകാലങ്ങളിൽ ഇത് മുൻകൂർ ജാമ്യത്തിനൊന്നും പോകാതിരുന്ന ഇദ്ദേഹം നിരപരാധിയാണ്. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം എന്ത് ചെയ്തു, അയാളെ ടാർഗറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് അയാൾ നിസാറൊന്നും ആലോചിച്ച് നോക്കിയത്. ദിലീപ് പോയില്ലായിരുന്നെങ്കിൽ ഈ പ്രേക്ഷകരൊരിക്കലും പോവില്ല. അവിടെ ഒരു ചോദ്യമുള്ളത്, ഈ ദിലീപിന് ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും സിനിമകൾ വന്നുകൊണ്ടിരുന്നല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പോഴും അദ്ദേഹത്തിന് ഈ ഇൻഡസ്ട്രിയുടെ മുകളിലുള്ള ഗ്രിപ്പ് പോയിരുന്നില്ല. ദിലീപിന്റെ സിനിമകൾക്ക് ഇപ്പോഴും സാറ് ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ദിലീപിന്റെ സിനിമകൾ വരുമ്പോൾ, കാരണം ദിലീപ് എന്ന് പറഞ്ഞ ഒറ്റ പേരിന്റെ പുറത്ത് നമുക്ക് ഒരു മിനിമം പ്രേക്ഷകർ കയറും. ഇപ്പോഴും ഈ സാറ് പറയുന്ന ഒരു ജാതി മത ഭേദമില്ലാതെ ദിലീപിൻ്റെ സിനിമ ഇപ്പോഴും ഈ എതിരാളിയായ അല്ലെങ്കിൽ ഇപ്പോൾ എതിരാളിയായിട്ട് നിൽക്കുന്ന മഞ്ജു വാര്യർ പോലും പറഞ്ഞിട്ടുണ്ട് ദിലീപിൻ്റെ സിനിമകൾ കാണാറുണ്ട്. അതിന് നമുക്കിപ്പോഴും മനസ്സ് തുറന്ന് എന്ന് ഇത് ചെയ്യണമെങ്കിൽ മൈ ബോസും സിനിമകൾ ദിലീപ് ഒരു ആ കൂട്ടത്തിൽ വരുന്ന ഇതിന്റെ എല്ലാത്തിൻ്റെ അകത്തും ജാതിയും മതമൊക്കെ ആളുകൾ ഇപ്പൊ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. ദിലീപ് ഒരു ഹിന്ദുവാണ്. അപ്പൊ ഹിന്ദുവായ ഒരു സൂപ്പർ ഈ ഇൻഡസ്ട്രിയെ മുഴുവൻ ഭരിക്കുന്ന ഒരാള് നമുക്ക് ശരിപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് ദിലീപിനെതിരെ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു സാധനം വന്നു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതിൽ വല്ല സത്യമുണ്ടോ? അല്ലെ, മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത് സാറ് പറയുന്ന പോലെ ജിഹാദി ഗ്രൂപ്പല്ല. അത് ഞാൻ പറയുന്നതല്ല. ഞാൻ പറഞ്ഞ സാറ് ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ ഇവിടെ ആളുകൾ പറയുന്ന പോലെ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത്, മട്ടാഞ്ചേരി എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്കറിയാവുന്ന ഒരു അത്തരം ഗ്രൂപ്പുകളാണ്. പക്ഷെ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത് ഈ ജിഹാദി ഗ്രൂപ്പ് മാത്രമല്ല, അല്ലാതെ ചില സംഭവങ്ങൾ കൂടി അതുണ്ട്. അല്ലാതെ കൂടി സംഭവങ്ങൾ അതിനകത്തുണ്ട്. എല്ലാം ചേർന്ന ഒരു സംഭവം. അപ്പോൾ ദിലീപിൻ്റെ സിനിമകൾ അല്ലെങ്കിൽ ദിലീപ് എന്ന് പറയുന്നത് ഈ ഒരു ഹിന്ദു ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു മോഹൻലാൽ കഴിഞ്ഞാൽ, മോഹൻലാലാണ് സിനിമയുടെ എല്ലാ മേഖലകളിലും കച്ചവടത്തിൽ ഒക്കെ നിന്നയാൾ, പ്രൊഡ്യൂസർ, സിനിമ തിയേറ്റർ എല്ലാം കൂടി നിന്നത്. അത് കഴിഞ്ഞ് പിന്നെ ദിലീപിനെ കാണുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ദിലീപ് അത് വളരെ ശക്തമായിട്ട് വരികയും അടുത്ത നെക്സ്റ്റ് ഇത്. അപ്പോൾ പക്ഷെ പ്രേക്ഷകൻ എന്ന് പറയുന്നത് ദിലീപിന് പറ്റിയതെന്ന് വെച്ചാൽ ഇതിലെ പറ്റിയ ഇതിന് ഒപ്പം തന്നെ ദിലീപിൻ്റെ സെലക്ഷൻ. ദിലീപിന് ഈ കേസുള്ളപ്പോഴും സിനിമ ഉണ്ടായിരുന്നു. സിനിമ പ്രൊഡ്യൂസർമാരുണ്ടോ? മറ്റേതിലേക്ക് ഈ മട്ടാഞ്ചേരി മാഫിയക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് ദിലീപിൻ്റെ ഈ കേസിൽ അവർക്ക് ഇൻവോൾവ്മെൻറ്റ്, അവരുടെ വിഷയം ഇതല്ല സാറേ. അവരുടെ വിഷയം ദിലീപ് ഒന്നുമില്ല. ഇവിടുത്തെ ഇനി മതം ഇവിടെ ഒരു പ്രധാന ഘടകമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്നില്ല. ഒരാളെ വീഴ്ത്താൻ അതിന് സാമ്പത്തിക കാര്യങ്ങളാണ്, സമ്പത്താണ്, പണത്തിൻ്റെ വരുമ്പോൾ അത് ആരാണെങ്കിലും ഇത് എങ്ങനെ വീഴ്ത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ സാറ് പറയുന്ന ഒരു കാരണവശാലും ഞാനത് അംഗീകരിക്കില്ലെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലക്ഷ്യമല്ല. ഒരു ജിഹാദികൾ സിനിമ മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ ഇവിടെ നിൽക്കുന്നു. മട്ടാഞ്ചേരി മാഫിയയുടെ പേരിൽ പറയുന്നത് നമ്മുടെ സുഹൃത്തായ ആഷിഖ് അബുവാണ്. ആഷിഖ് അബു അങ്ങനെ ഒരു ജിഹാദിയല്ല എന്നെനിക്കറിയാം. നമ്മുടെ കൂടെ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാണ്. പക്ഷേ ആഷിഖിനെയാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്ന ആളുകൾ. പിന്നെ അപ്പോൾ അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. ദിലീപ് ബേസിക്കലി ഒരു കോൺഗ്രസ്സുകാരനാണ്. ദിലീപിൻ്റെ അറിയാലോ സാറിന്, അറിയാൻ പറ്റുമോ? കോൺഗ്രസ്. പക്ഷെ എന്നാലും ദിലീപ് ഒരു കോൺഗ്രസ്സുകാരനായിട്ടല്ല, അങ്ങനെ ഒരു സംഭവമില്ല. അയാൾ ബേസിക്കലി അങ്ങനെയാണ് എന്നേ ഉള്ളൂ. പക്ഷേ ഇത് വീഴ്ത്താൻ നേരത്തെ ഇയാളുടെ ഒരു സാമ്പത്തിക രംഗത്തെ, സിനിമാ രംഗത്തിൻ്റെ പിന്നിൽ നടന്നതിൽ മാത്രമല്ല, തിയേറ്റർ ഓണർ എവിടെ ഏത് സിനിമ റിലീസ് ചെയ്യണമെന്ന് ദിലീപ് തീരുമാനിക്കുമായിരുന്നു. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആജീവനാന്ത മെമ്പറാണ് ദിലീപ്. മറ്റവർ തീരുമാനിക്കാതെ ഇയാൾ മാറ്റാൻ പറ്റില്ല എന്നുള്ള മട്ട അതിൽ നിന്നാണ്. അപ്പോൾ അത് കൊണ്ട് ലിബർട്ടി ബഷീർ എങ്ങനെയാണ് ഇയാളുടെ ശത്രുവാകുന്നത്? ഈ അസോസിയേഷനെ ഈ ദിലീപ് കയറി മുറിച്ചതുകൊണ്ടാണ്. ഇനി മാക്ട തകർത്തുകൊണ്ടിട്ടാണ് ദിലീപാണ് എന്ത് ചെയ്തത്, ഫെഫ്ക ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. ഈ കരിയറിനെ കുറച്ചു കാലം ബാധിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പോൾ ഇനി ഒരു വലിയ കുതിച്ചുകയറ്റം ദിലീപിൻ്റെ കരിയറിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഇപ്പോൾ ഈ വരാൻ പോകുന്ന പടം ഭയഭക്തി ബഹുമാനം എന്ന് പറയുന്ന ഇപ്പോൾ വരാൻ പോകുന്ന പടം ഉണ്ടല്ലോ,
അത് ഉച്ചരിക്കുന്നു നമുക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് പറയുന്നതാണ് എളുപ്പം. ഭയഭക്തി ബഹുമാനം ഇതാണ്. അപ്പോൾ ഇത് ഒരു കോമഡി ട്രാക്കിലുള്ള മോഹൻലാലുണ്ട്, പിന്നെ വിനീത് ശ്രീനിവാസനാണ്. അങ്ങനെ ആ ട്രാക്കിലുള്ള സംഭവമാണെങ്കിൽ ദിലീപിൻ്റെ പ്രേക്ഷകരെ തിരിച്ചു കൊണ്ടുവരും. അതല്ല ഇനിയും അദ്ദേഹം മറ്റേ തങ്കമണി പോലുള്ള സിനിമകളെടുത്ത് ഈ നാട് നന്നാക്കാനും മറ്റേ ഇത് പറയാനുമാണ് അദ്ദേഹത്തിന് വളരെ ഗൗരവമുള്ളൊരു സിനിമ എടുക്കാമല്ലോ. അദ്ദേഹം കടന്നുപോയ കാരണം അസാധാരണമായ സാഹചര്യങ്ങളിൽ കൂടി, വെല്ലുവിളികളിൽ കൂടി, ദുരിതങ്ങളിൽ കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ 5-8 കൊല്ലം കടന്നുപോയത്. അതിലൊരു സിനിമയുടെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അകത്തുണ്ട്. ഒരു ത്രില്ലർ, അങ്ങനൊരു സിനിമ അദ്ദേഹം ഇറക്കാൻ സാധ്യതയുണ്ടോ? സ്വന്തം കഥ? ഇല്ല, ഒരിക്കലും. ദിലീപ് സാമാന്യ ബുദ്ധിയുള്ള ആളാണ്, പണം ചിലവഴിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടെത്തുന്നതിലും. പിന്നെ പുള്ളിക്ക് ഇത് ഈ സെലക്ഷൻ തെറ്റിപ്പോയത് ഈ കാലക്കേട് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അതിനകത്ത് വന്നത്. പക്ഷെ അല്ലെങ്കിൽ ദിലീപിൻ്റെ സിസ്റ്റവും അവർ ഈ കഥ ഇത് ചെയ്യുന്ന രീതികളും അല്ലെങ്കിൽ സിനിമയുടെ ഒരു മാർക്കറ്റിങ്ങും ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന എന്താണ് സാധാരണ ജനങ്ങൾ, ബുദ്ധിജീവികൾക്ക് വേണ്ടിയല്ലല്ലോ ദിലീപ് സിനിമകൾ. ഇപ്പോൾ കേശു വീടിൻ്റെ നാഥനൊക്കെ ഇപ്പോഴും ആളുകൾ ഇരുന്നിട്ട് ടി വിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരം സിനിമകൾ വന്നാൽ ദിലീപിനെ ആളുകൾ പ്രതീക്ഷിക്കുന്ന അതാണ്. മറ്റേ ഗൗരവമുള്ള സിനിമകൾ എന്തായാലും അദ്ദേഹം കുറ്റവിമുക്തനായി. അദ്ദേഹം കുറേയും കൂടി ഒരു വലിയ ടീം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. കുടുംബ പ്രേക്ഷകൻ ഇവിടെ നിന്നൊന്നും പോയിട്ടില്ല. അയാളുടെ സിനിമകളുടെ തീമുകളിൽ വ്യത്യാസം വന്നപ്പോൾ അത്തരം സിനിമകൾ തിയേറ്ററിൽ പോയി ആളുകൾ കാണാതെ വന്നു. ഇനി അദ്ദേഹം അതുപോലെ തീമുകൾ കൊണ്ടുവന്നാൽ, അതായത് ഇത്രയും നേരം ഡിറ്റോ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിലീപിന്റെ കാഴ്ചക്കാര് എങ്ങും പോയിട്ടില്ല, അവരവിടെ തന്നെ ഉണ്ട്. കുഴപ്പം പറ്റിയത് ദിലീപിനാണ്. ദിലീപ് സെലക്ഷനിൽ പറ്റിയ തെറ്റാണ്. അല്ലാതെ കേസുകളൊക്കെ ഉണ്ടെങ്കിലും എത്ര കേസ് വന്നാലും മലയാളികൾ ഈ പോലീസ് പറയുന്നൊന്നും അല്ലെങ്കിൽ മീഡിയ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഒന്നും ആവില്ലല്ലോ. ഏതൊക്കെ മീഡിയകളാണ് ഇതിങ്ങനെ ഇത് ചെയ്ത് ബൂസ്റ്റ് ചെയ്തത്. പക്ഷേ മനുഷ്യൻ സത്യം തിരിച്ചറിയും. നമുക്ക് വേണ്ടത് നല്ല സിനിമകളാണ്. ദിലീപ് ഒരു സിനിമ കാണാൻ പോകുമ്പോൾ സാധാരണക്കാർ, നമ്മളിപ്പോൾ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ടാണല്ലോ നമ്മൾ നല്ല സിനിമകൾ കാണാൻ പോകുന്നത്. അതിനും പറ്റിയ ആളുകൾ പോയിക്കോളും. ദിലീപ് സിനിമ കാണാൻ പോകുന്ന ആളുകൾക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു സംഭവം വിഭവങ്ങളാണ് വേണ്ടത്. അത് കൊടുത്താൽ ആളുകൾ ദിലീപിന്റെ ഫാക്ടറിയിൽ നിന്ന് അങ്ങനത്തെ ചരക്കുകൾ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.